വി.ഡി. സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി അവതരിക്കുമ്പോൾ ഒരു സാധാരണ വലിയ സന്തോഷം ഇപ്പോൾ കാണുന്നുണ്ടെങ്കിലും യു.ഡി.എഫിന്റെ എല്ലാ കാര്യങ്ങളെയും പോലെ തന്നെ വളരെ പെട്ടെന്ന് ഈ സന്തോഷം അസ്തമിച്ചു പോകുമെന്നുള്ളതാണ്. സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഘട്ടം കടന്ന് കോൺഗ്രസ് അതിജീവിച്ചു വന്നു, വലിയ വിജയം നേടി. വീണ്ടും വിജയത്തിന്റെ പ്രഭ മുഴുവൻ ചോർത്തിക്കളയുന്ന രീതിയിൽ വലിയ പ്രശ്നത്തിലേക്ക്, പ്രതിസന്ധിയിലേക്ക് കോൺഗ്രസ് പോയി. ഇപ്പോൾ യു.ഡി.എഫും കോൺഗ്രസും ആശ്വസിക്കുന്നു, ഒടുവിൽ വി.ഡി. സതീശനെ നിയുക്ത മുഖ്യമന്ത്രിയായി മാറിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട്. സാധാരണ ഒരു വിഷയം പോലെ ഈ വിഷയം കടന്നു പോകില്ല. കാരണം എന്താണ്? യു.ഡി.എഫ് എന്തുമാത്രം അസ്ഥിരമാണ് എന്ന് ആളുകൾ മനസ്സിലാക്കിയ ഒരു സംഭവമാണ് ഈ കഴിഞ്ഞ 11 നാളുകൾ. ലീഗിനെ കടന്നാക്രമിച്ച മാത്യു കുഴൽനാടൻ തുടക്കമിട്ട പ്രസ്താവനകൾ മുതൽ ജോസഫും കുഞ്ഞാലിക്കുട്ടിയും അടച്ചിട്ട റൂമിൽ ചർച്ച ചെയ്തതിന്റെ ആഴവും ഈ രാഷ്ട്രീയ കേരളം പരിശോധിച്ചതാണ്. അതുപോലെ തന്നെ RSP നേതാവായ ഷിബു ബേബി ജോൺ, കോൺഗ്രസ് നേതാവായ രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ നാടൻ ഭാഷയിൽ പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞ് അസ്ഥിരമായി ആടി ഉലയുന്ന ഒരു മുന്നണിയായി യു.ഡി.എഫ് മാറി എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഷാഫി പറമ്പിൽ എന്ന ക്രൗഡ് ക്യാമ്പയിനറെ മുഴുവനും ഓൺലൈനിൽ കൃത്യമായി മുൾമുനയിൽ നിർത്തിയ ദിവസങ്ങൾ എത്രയാണ് വി.ഡി. സതീശൻ അനുകൂലികൾ. പാർട്ടിക്കു മീതെ, പ്രസ്ഥാനത്തിന് മീതെ വളർന്ന അണികളും അവരുടെ നേതാക്കളുമായി കോൺഗ്രസ് ചുരുങ്ങിയപ്പോ യു.ഡി.എഫിൽ ലീഗിന് പോലും വിലയില്ലാതായി പോയ നാളുകളും നമ്മൾ കണ്ടതാണ്. വി.ഡി. സതീശൻ അധികാരത്തിലെത്തിയ ഈ നിമിഷം വലിയ സന്തോഷമുണ്ട്, വലിയ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അണികൾ VDSA എന്ന് പറഞ്ഞ് മുദ്രാവാക്യവും വിളിക്കുന്നുണ്ട്. പക്ഷേ അധികാരത്തിന്റെ നാൾ വഴികളിലേക്ക് VDS കടന്നു കയറുമ്പോൾ MLA-മാരുടെ സപ്പോർട്ടില്ല. ഉള്ളിന്റെ ഉള്ളിലെങ്കിലും തങ്ങൾ ആഗ്രഹിച്ച KC-യുടെ പക്ഷത്തുള്ള MLA-മാർ ഉള്ളിന്റെ ഉള്ളിൽ ഒരു മുറുമുറുപ്പോടെ ആയിരിക്കും ഇരിക്കുക എന്ന് ഉറപ്പാണ്. മാത്രവുമല്ല, ശക്തമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ, സമുദായ സമവാക്യങ്ങളിൽ എന്നും ആടിയുലയുന്ന കോൺഗ്രസ് ഇത്തവണയും ആടിയുലയാൻ ഈ MLA-മാരുടെ ഡബിൾ മൈൻഡ് തന്നെ ധാരാളമായി മാറുമെന്നുള്ളതാണ്. അങ്ങനെ വി.ഡി. സതീശന്റെ മുകളിൽ ഒരു മുൾ കിരീടം വെച്ച് കൊടുത്തിരിക്കുന്നു ഹൈക്കമാൻഡ് എന്നുള്ളതാണ്. ഇതിന് മുകളിൽ വിലപേശലിന്റെ എക്സ്ട്രീം ലെവലിലേക്ക് കടന്നു പോകാൻ രമേശ് ചെന്നിത്തലയ്ക്കും KC വേണുഗോപാലിനുമാവും. മന്ത്രിസഭയിൽ എന്റെ MLA-മാർ കൂടുതൽ ഉണ്ടാകണമെന്ന് പറയുമ്പോൾ ഇനി KC-യെ തള്ളിക്കളയാൻ ഒരു കാരണവശാലും ഹൈക്കമാൻഡിനാകില്ല. രമേശ് ചെന്നിത്തല എന്ന അതികായനായ നേതാവ് ഏത് രീതിയിലായിരിക്കും ഇനി വലിയ രീതിയിൽ ഡിബേറ്റുകൾ നടത്തുക, വിലപേശലുകൾ നടത്തുക എന്നുള്ളതും കണ്ടറിയേണ്ടി വരും. അങ്ങനെ ആടിയുലയുന്ന ഒരു മുന്നണിക്ക് മുകളിൽ താൽക്കാലിക സന്തോഷമായി വി.ഡി. സതീശൻ ഇരിപ്പുറപ്പിച്ചു എന്നുള്ളതല്ലാതെ യാതൊരു വിധത്തിലുള്ള ആഴവും ആ ചെയറിനുണ്ടാവില്ല എന്നുള്ളതാണ്. ഇതിനു മുമ്പ് കേരളം കണ്ട 10 വർഷം നീണ്ട സ്ഥിരമായ ഭരണത്തിൻ്റെതായ യാതൊരു അഡ്വാൻറ്റേജും ഉണ്ടാവില്ല. കാരണം മാത്രമല്ല, 11 ദിവസം കൊണ്ട് യു.ഡി.എഫിന് വോട്ട് ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് കേരളത്തിലെ നിഷ്പക്ഷരായ വോട്ടർമാർ ചിന്തിച്ചതും സോഷ്യൽ മീഡിയയിലൂടെ അത് പ്രചരിച്ചതും താൽക്കാലിക ആശ്വാസമായി സതീശൻ വന്നതുകൊണ്ട് അസ്തമിക്കുമെങ്കിലും എത്രയും പെട്ടെന്ന് പഴയ പിണറായി കാലത്തെ ഒരുപക്ഷെ ഈ നാട് ഓർത്തെടുക്കാൻ വരെ സാധ്യതയുണ്ട്.